നമുക്ക് യു വി സ്പെക്ട്രോസ്കോപ്പിയിൽ പഠിക്കാനുള്ളത് യു വി സ്പെക്ട്ര ഓഫ് കോൺജുഗേറ്റഡ് ഡയീൻസും ആൻഡ് യു വി സ്പെക്ട്ര ഓഫ് ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് കീറ്റോൺസ്. ഈ രണ്ട് കോമ്പൗണ്ടുകളുടെയാണ് നമുക്ക് യു വി സ്പെക്ട്രം പഠിക്കാനുള്ളത്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ കോൺജുഗേറ്റഡ് ഡയീൻസ് നോക്കാം. വാട്ട് ഡു മീൻ ബൈ കോൺജുഗേറ്റഡ് ഡയീൻസ്? പൈ ബോണ്ടിൻ്റെ കോൺജുഗേഷൻ നടക്കുന്ന ഡയീൻസിനെയാണ് കോൺജുഗേറ്റഡ് ഡയീൻസ് എന്ന് പറയുന്നത്. മീൻസ് CH2 ഡബിൾ ബോണ്ട് CH CH2 ഡബിൾ ബോണ്ട് CH സിംഗിൾ ബോണ്ട് CH ഡബിൾ ബോണ്ട് CH. നോക്കിക്കേ, CH2 ഓൾട്ടർനേറ്റ് ആയിട്ട് ഡബിൾ ആൻഡ് സിംഗിൾ ബോണ്ട് വരുന്നതാണ്. ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്, ഇനി അടുത്ത സിംഗിൾ ബോണ്ട് ആയിരിക്കും, ഡബിൾ ബോണ്ട്, അങ്ങനെ ഓൾട്ടർനേറ്റ് ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് വരുന്നതാണ് നമ്മൾ കോൺജുഗേറ്റഡ് ഡയീൻസ് എന്ന് പറയുന്നത്. സോ കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് ഉള്ളതാണ് നമ്മുടെ സിംപ്ലസ്റ്റ് ക്രോമോഫോർ എന്ന് പറയുന്നത്. ക്രോമോഫോർ എന്താണ്? കളറുള്ള സബ്സ്റ്റൻസുകൾ. ഓക്കെ, സിംപ്ലസ്റ്റ് ക്രോമോഫോർ ആണ് നമ്മുടെ കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് ഉള്ള കോമ്പൗണ്ടുകളെല്ലാം. സോ എഥിലീന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലാംഡ മാക്സ് എന്ന് പറയുന്നത് നമ്മുടെ അബ്സോർപ്ഷൻ മാക്സിമം, അത് എവിടെയാണ്? 170 നാനോമീറ്റർ ആണ്. നമ്മുടെ ലാംഡ മാക്സ് ആയാലും മീൻസ് അബ്സോർപ്ഷൻ ആയാലും നമ്മുടെ ഇൻറ്റൻസിറ്റി എപ്സിലോൺ ആയാലും എന്ത് ചെയ്യുന്നു? സോൾവെൻറ്റിനനുസരിച്ച് വേരി ചെയ്യുന്നു. അതുകൊണ്ട് നമ്മൾ എപ്പോൾ യു വി സ്പെക്ട്രം അല്ലെങ്കിൽ യു വി ഡേറ്റ എടുത്താലും സോൾവെൻറ്റ് ഏതാണ് നമ്മൾ സ്പെസിഫൈ ചെയ്യണം, നിർബന്ധമായിട്ട് സ്പെസിഫൈ ചെയ്യണം. ഓക്കെ, അതാണ് ആ പോയിന്റ് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് ഓക്സോക്രോംസ് ലൈക്ക് ആൽക്കൈൽ ഗ്രൂപ്പ്സ് പോലെയുള്ള ഓക്സോക്രോംസ് ആണ് നമ്മുടെ കാർബൺ കാർബൺ ഡബിൾ ബോണ്ടിൽ സബ്സ്റ്റിറ്റ്യൂവൻസ് ആയിട്ട് വരുന്നതെങ്കിൽ അവിടെ ലാംഡ മാക്സിൻ്റെ ബാത്തോക്രോമിക് ഷിഫ്റ്റ് ആണ് നടക്കുന്നത്. എന്താണ് ബാത്തോക്രോമിക് ഷിഫ്റ്റ് നടക്കുക എന്ന് പറയുന്നത്? നമ്മുടെ അബ്സോർപ്ഷൻ മാക്സിമം ലോങ്ങർ വേവ് ലെങ്ത് റീജിയണിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അവിടെ റെഡ് ഷിഫ്റ്റ് നടക്കുന്നു. ഓക്കെ, ബാത്തോക്രോമിക് ഷിഫ്റ്റ് റെഡ് ഷിഫ്റ്റ് നടക്കുന്നു. ഇനി ഒരു അഡീഷണൽ ഡബിൾ ബോണ്ട് ഉണ്ട് വിച്ച് ഈസ് ഇൻ നോൺ കോൺജുഗേറ്റഡ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ കോൺജുഗേഷനിലല്ല. ഈ കോൺജുഗേറ്റഡ് ഡബിൾ കോമ്പൗണ്ടിൽ ഒരു നോൺ കോൺജുഗേറ്റഡ് ആയിട്ട് അഡീഷണൽ വേറൊരു ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ അവിടെ അബ്സോർപ്ഷൻ മാക്സിമയ്ക്ക് ഒന്നും സംഭവിക്കത്തില്ല, അത് ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. പക്ഷെ ഇൻറ്റൻസിറ്റി എന്ത് ചെയ്യുന്നു? ഡബിൾ ഡൗൺ. ഇഫ് കോൺജുഗേറ്റഡ് ബോണ്ട്സ് വെയർ പ്രസൻറ്റ്, കോൺജുഗേറ്റഡ് ബോണ്ട്സ് ഉണ്ടെങ്കിൽ അവിടെ എന്താണ്? സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ബാത്തോക്രോമിക് ഷിഫ്റ്റ് നടക്കും. സച്ച് ആസ് ദ ലാംഡ മാക്സ് അപ്പിയേഴ്സ് ഇൻ നിയർ യു വി അല്ലെങ്കിൽ വിസിബിൾ റീജിയനിൽ നമുക്ക് ലാംഡ മാക്സിനെ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, 1,3-ബ്യൂട്ടാഡൈൻ ലാംഡ മാക്സ് 1,3-ബ്യൂട്ടാഡൈൻ്റെ ലാംഡ മാക്സ് എന്ന് പറയുന്നത് 217 നാനോമീറ്റർ ആണ്. പക്ഷേ ആ ബ്യൂട്ടാഡൈനിൽ 2 മീഥൈൽ ഗ്രൂപ്പുകൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ലാംഡ മാക്സ് എന്താവുന്നു? 226 നാനോമീറ്റർ ആവുന്നു. അവിടെ ബാത്തോക്രോമിക് ഷിഫ്റ്റ് നടന്നു. ഓക്കെ, ദിസ് ഈസ് ഇൻ ദ കേസ് ഓഫ് 135 ഹെക്സാട്രൈൻ്റെ ലാംഡ മാക്സ് എന്ന് പറയുന്നത് 254 നാനോമീറ്റർ ആണ്. സോ ദർ ഇസ് സിമിലർലി അത് 135 ഹെക്സാട്രൈൻ്റെ ലാംഡ മാക്സ് എന്ന് പറയുന്നത് 254 നാനോമീറ്റർ ആണ്. പിന്നെ ദർ ഈസ് ഓൾസോ എ സ്ലൈറ്റ് ഇൻക്രീസ് ഇൻ എപ്സിലോൺ മാക്സ് ഓഫ് ഡയീൻസ് ആൻഡ് പോളിയീൻസ്. ഡയീൻസും പോളിയീൻസിൻ്റെയും എപ്സിലോൺ മാക്സ് എന്ന് പറഞ്ഞാൽ ഇൻറ്റൻസിറ്റിക്കും സ്ലൈറ്റ് ഇൻക്രീസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സമപ്പ് ചെയ്ത് പറഞ്ഞാൽ വേവ് ലെങ്ത് ഓഫ് അബ്സോർപ്ഷൻ ഈസ് ഷിഫ്റ്റഡ് ടു ഹയർ വാല്യൂസ് എന്ന് പറഞ്ഞാൽ ബാത്തോക്രോമിക് ഷിഫ്റ്റ് ഇഫ് 2 or more ക്രോമോഫറിക് ഗ്രൂപ്പ്സ് ആർ പ്രസൻറ്റ് ഇൻ കോൺജുഗേഷൻ ഇൻ എ മോളിക്യൂൾ. ഓക്കെ, ബാത്തോക്രോമിക് ഷിഫ്റ്റ് കൂടുതലാവുന്നത് എപ്പോഴാണ്? ഡബിൾ ബോണ്ട്സ് കോൺജുഗേഷനിലാണെങ്കിൽ as compared to isolated double bonds. ഓക്കെ, ഇനി അബ്സോർപ്ഷൻ മാക്സിമം 15 to 45 നാനോമീറ്റർ ടുവേർഡ്സ് ഹയർ വേവ് ലെങ്ത് ഷിഫ്റ്റ് ചെയ്യുന്നത് കോൺജുഗേറ്റഡ് സിസ്റ്റത്തിലാണ് കമ്പയർഡ് ടു അൺകോൺജുഗേറ്റഡ് ആസ് ഇലക്ട്രോൺ ഡെൻസിറ്റി ഈസ് സ്പ്രെഡ് ഓവർ അറ്റ്ലീസ്റ്റ് 4 അറ്റോമിക് സെൻറ്റേഴ്സ്. കൂടുതൽ 15 to 45 നാനോമീറ്ററോളം ആ ഹയർ വേവ് ലെങ്തിലേക്ക് ഷിഫ്റ്റ് ആവുന്നത് കോൺജുഗേറ്റഡ് സിസ്റ്റത്തിലാണ്. കാരണം അവയുടെ ഇലക്ട്രോൺ ഡെൻസിറ്റി എന്ന് പറയുന്നത് വളരെ രീതിയിൽ വ്യാപിച്ച് സ്പ്രെഡ് ഓവർ ചെയ്ത് നിൽക്കുകയാണ്. ഓക്കെ, ഇനി
നമുക്ക് എങ്ങനെയാണ് ഈ ലാംഡ വാല്യൂ കാണുന്നത്? ലാംഡ മാക്സ് വാല്യൂ ഉള്ളതാണ് നമുക്കിനി പഠിക്കാനുള്ളത്. സോ ഇറ്റ്സ് ബേസ്ഡ് ഓൺ വുഡ്വേർഡ് ഫിഷർ റൂൾസ്. ഇത് ഡൈൻസിന് മാത്രമുള്ള റൂൾസാണ്. നമ്മുടെ കോമ്പൗണ്ട് മാറുന്തോറും ആ റൂളുകൾ ചെറിയൊരു ചേഞ്ച്, വാല്യൂസിന് ചെറിയൊരു ചേഞ്ച് ഒക്കെ ഉണ്ടാവും. ഓക്കെ, Woodward reported a series of empirical rules for predicting the lambda max of dynes. These rules were later modified by Fisher. അതുകൊണ്ടാണ് വുഡ്വേർഡ് ഫിഷർ റൂൾസ് എന്ന് പറയുന്നത്, വുഡ്വേർഡ് ഫീസർ റൂൾസ് എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു ദീസ് റൂൾ, ഈച്ച് ടൈപ്പ് ഓഫ് ഡൈൻ ഹാസ് എ സർട്ടൻ ഫിക്സഡ് ബേസിക് വാല്യൂ ആൻഡ് യു ഷുഡ് നോ ദ ബേസിക് വാല്യൂ. ആ ബേസിക് വാല്യൂ അറിഞ്ഞിരിക്കണം. ഓരോ അതിനകത്ത് വരുന്ന സബ്സ്റ്റിറ്റ്യുവൻസിൻ്റെ ആ ഒരു അബ്സോർപ്ഷൻ എത്രയാണെന്നും അറിഞ്ഞിരിക്കണം. എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, സോ നമ്പർ ഓഫ് ആൽക്കൈൽ സബ്സ്റ്റിറ്റ്യുവൻസ് ഓർ റിംഗ് റെസിഡ്യൂസ് ഓൺ ദ ഡബിൾ ബോണ്ടിനെ അത് ഡിപ്പെൻഡ് ചെയ്യും. എത്ര ഡബിൾ ബോണ്ട് കോൺജുഗേഷനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്യും. പോളാർ ഗ്രൂപ്പുകളായിട്ടുള്ളവരെ അതിൻ്റെ വാല്യൂസിനെ എല്ലാം ഇതിനെയെല്ലാം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് അബ്സോർപ്ഷൻ മാക്സിമം നമ്മൾ കണ്ടുപിടിക്കുന്നത്. സോ ഇതാണ് അതിൻ്റെ ഒരു ടേബിൾ എന്ന് പറയുന്നത്. സി ദ ബേസിക് ലാംഡ മാക്സ് ഓഫ് കോൺജുഗേറ്റഡ് ഡൈൻസ് എന്ന് പറയുന്നത് 217 നാനോമീറ്റർ ആണ്. അത് നമുക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, അസൈക്ലിക് ട്രൈൻ എന്ന് പറയുന്നത്, അസൈക്ലിക് ആയിട്ടുള്ള ട്രൈൻ വരുവാണെങ്കിൽ 245 നാനോമീറ്റർ ആണ്. ഹോമോ അനുലാർ കോൺജുഗേറ്റഡ് ഡൈൻ വരുവാണ്. ഹോമോ അനുലാർ മീൻസ് ഡബിൾ ബോണ്ട്. ഇപ്പോൾ ഇവിടെ 2 റിംഗ് ഉണ്ട്, പക്ഷേ ഡബിൾ ബോണ്ട് വന്നേക്കുന്ന ഒറ്റ റിങ്ങിലാണ്. അതാണ് ഹോമോ അനുലാർ എന്ന് പറയുന്നത്. ഇതൊരു ഇവ കോൺജുഗേഷനിലാണ്. സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്, കണ്ടോ, അവർ കോൺജുഗേഷനിലാണ്. അതിൻ്റെ വാല്യൂ 253 നാനോമീറ്റർ ആണ്. ഹെട്രോ അനുലാർ കോൺജുഗേറ്റഡ് ഡൈൻസ് എന്ന് പറഞ്ഞാൽ ഡബിൾ ബോണ്ട് 2 ഡിഫറെൻറ്റ് കോൺജുഗേഷനുള്ള ഡബിൾ ബോണ്ട് 2 ഡിഫറെൻറ്റ് റിങ്ങിലായിരിക്കും. നോക്കിയാൽ ഇത് സിംഗിൾ ബോണ്ടാണ്, ഇത് ഡബിൾ ബോണ്ടാണ്, ഇത് സിംഗിൾ ബോണ്ടാണ്, ഇത് ഡബിൾ ബോണ്ടാണ്. അവർ കോൺജുഗേഷനിലാണ്. ഇങ്ങനെ ഇങ്ങനല്ലേ, അത് അവർ കോൺജുഗേഷനിലാണ്. അവരുടെ ബേസിക് വാല്യൂ എന്ന് പറയുന്നത് 215 നാനോമീറ്റർ ആണ്. ഓക്കെ, ഇനിയാണ് ഇൻക്രിമെൻറ്റ് ഫോർ ഈച്ച്. ആൽക്കൈൽ സബ്സ്റ്റിറ്റ്യൂവൻ്റ് അല്ലെങ്കിൽ റിംഗ് റെസിഡ്യൂ ഉണ്ടെങ്കിൽ നമ്മൾ 5 നാനോമീറ്റർ ആഡ് ചെയ്യും. എക്സോസൈക്ലിക് ഡബിൾ ബോണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഇതൊരു സ്ട്രക്ചർ ആണെങ്കിൽ ഇതിൻ്റെ പുറത്താണ് റിങ്ങിൻ്റെ പുറത്താണ് ഡബിൾ ബോണ്ടെങ്കിൽ നമ്മുടെ ഇതെന്ന് പറയുന്നത് എക്സോസൈക്ലിക് ഡബിൾ ബോണ്ടാണ്. സോ എക്സോസൈക്ലിക് ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ നമ്മൾ 5 നാനോമീറ്റർ ഇൻക്രിമെൻറ്റ് കൊടുക്കും എന്ന് പറഞ്ഞാൽ ആഡ് ചെയ്യും. ഓക്കെ, സെയിം ബോണ്ട് എക്സോസൈക്ലിക് ടു 2 റിങ്സ്. ഒരു എക്സോസൈക്ലിക് ബോണ്ട് തന്നെ 2 റിങ്ങിൽ വരുവാണെങ്കിൽ നമ്മൾ അതിനെ 5x2 എന്ന് പറഞ്ഞ രീതിയിൽ ചെയ്യും. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഓക്സോക്രോംസ് ആണ്. അതിനകത്ത് OR ഗ്രൂപ്പ് വരുവാണെങ്കിൽ +6, SR ഗ്രൂപ്പ് വരുവാണെങ്കിൽ +30, CL BR വരുവാണെങ്കിൽ +5. ലൈക്ക് ദാറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ വാല്യൂസ് അതിനെ ആഡ് ചെയ്ത് കൊടുക്കുന്നു, അതിൻ്റെ സബ്സ്റ്റിറ്റ്യുവൻസ് വരുന്നതനുസരിച്ച്. ഓക്കെ, ഇനി നമുക്കൊരു ഇത് ചെയ്യുമ്പോൾ മനസ്സിലാവും, ഒരു കോമ്പൗണ്ട് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഇത് നോക്കിയും കോൺജുഗേറ്റഡ് ഡൈനാണിത്. CH2 CH സിംഗിൾ ബോണ്ട്, CH2 ഡബിൾ ബോണ്ട് CH, സിംഗിൾ ബോണ്ട് CH, ഡബിൾ ബോണ്ട് CH. ഇതൊരു കോൺജുഗേറ്റഡ് ഡൈനാണ്, യാതൊരു വിധത്തിലുള്ള സബ്സ്റ്റിറ്റ്യുവൻസും ഇല്ല. സോ ഇതിൻ്റെ കാൽക്കുലേറ്റഡ് ലാംഡ മാക്സ് എന്ന് പറയുന്നത് 217 നാനോമീറ്റർ ആണ്. അതിൻ്റെ ബേസിക് വാല്യൂ തന്നെയാണ് വരുന്നത്. കാരണം നമ്മൾ കോൺജുഗേറ്റഡ് ഡൈൻസിന് എത്ര പറഞ്ഞായിരുന്നു? 217 പറഞ്ഞായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് ഒരു കോമ്പൗണ്ട് എടുത്ത് നോക്കാം. 2,4 ഹെക്സാഡൈൻ. ഇവിടെ കോൺജുഗേഷൻ വരുന്നത് ഇവിടെ നിന്നാണ്. നോക്കിക്കേ, CH ഡബിൾ ബോണ്ട് CH, സിംഗിൾ ബോണ്ട് ഡബിൾ ബോണ്ട് CH. ഇവിടെയാണ് നമുക്കൊരു കോൺജുഗേഷൻ കാണാനായിട്ട് സാധിക്കുന്നത്. അവിടെ 2 മീഥൈൽ ഗ്രൂപ്പുകളും എന്താണ്? സബ്സ്റ്റിറ്റ്യുവൻസ് ആണ്. അപ്പോൾ ബേസിക് വാല്യൂ എന്ന് പറയുന്നത് 217 ആണ്. 2 ആൽക്കൈൽ സബ്സ്റ്റിറ്റ്യുവൻറ്റ് വന്നുകൊണ്ട് 2x5 ആണ്. ഒരു ആൽക്കൈലിന് 5 ആണ് നമ്മൾ കൊടുക്കുന്നത്. സോ 10 ആണ്. അത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 227 നാനോമീറ്റർ ആണ് നമ്മുടെ എന്ത് വരുന്നത്, കാൽക്കുലേറ്റഡ് വാല്യൂ വരുന്നത്. ഒബ്സർവ്ഡ് വാല്യൂവിനെ വിടുക, നിങ്ങൾക്കത് കാണാതെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. വി ഷുഡ് ഐഡൻറ്റിഫൈ ദ കോമ്പൗണ്ട്. അതിലെന്തൊക്കെ ഡൈൻ ഏതാണെന്ന് ആദ്യം മനസ്സിലാക്കണം. ഡൈനിൽ ഏതൊക്കെയാണ് സബ്സ്റ്റിറ്റ്യുവൻറ്റ് വന്നിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കണം. അതിൻ്റെ ഇൻക്രിമെൻറ്റ് വാല്യൂ കൊടുക്കണം. ആൻഡ് യു ഷുഡ് നോ ദ ഇൻക്രിമെൻറ്റ് വാല്യൂ, ബേസിക് വാല്യൂ, ഇതെല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, CH2 ഡബിൾ ബോണ്ട് ഡബിൾ ബോണ്ട്
CH2. ഇതാണ് അതിൻ്റെ ഡൈൻ എന്ന് പറയുന്നത്. 2 ആൽക്കൈൽ ഗ്രൂപ്പ് സബ്സ്റ്റിറ്റ്യൂവൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. സോ ഇങ്ങനെയാണ് അതിൻ്റെ ബേസിക് കാൽക്കുലേറ്റഡ് വാല്യൂ വരുന്നത്. ഇവിടെ നോക്കിക്കേ, ഇവിടെയാണ് നമുക്ക് എന്ത് വന്നിരിക്കുന്നത്, കോഞ്ചുഗേഷൻ വന്നിരിക്കുന്നത്. സോ അതിൽ ഒറ്റ ആൽക്കൈൽ ഗ്രൂപ്പേ ഉള്ളതുകൊണ്ട് 217 + 5 അവിടെ വരത്തുള്ളൂ. 222 നാനോമീറ്റർ ആണ് നമ്മുടെ കാൽക്കുലേറ്റഡ് വാല്യൂ എന്ന് പറയുന്നത്. ഇതൊരെണ്ണം നോക്കാം നമുക്ക്. ഇവിടെ നമ്മുടെ കോഞ്ചുഗേഷൻ വരുന്നത് എവിടെ നിന്നാണ്? ഇവിടെ നിന്ന് ഇവിടം വരെയാണ് കോഞ്ചുഗേഷൻ വരുന്നത്. ഓക്കെ, ഇനി ഇതിനകത്ത് 2 മീഥൈൽ സബ്സ്റ്റിറ്റ്യൂവൻസ് ആണ് ഉള്ളത്, 2 ആൽക്കൈൽ സബ്സ്റ്റിറ്റ്യൂവൻസ്. 2 × 5 10. റിംഗ് റെസിഡ്യൂസ് എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞാൽ, നമ്മുടെ കോഞ്ചുഗേറ്റഡ് ആയിട്ടുള്ള കാർബണിൽ ഏതെങ്കിലും റിങ്ങിൻ്റെ സബ്സ്റ്റിറ്റ്യൂവൻസ് ഉണ്ടോ, അതാണ് റിംഗ് റെസിഡ്യൂസ് എന്ന് പറഞ്ഞാൽ. സോ ഇവിടെ തൊട്ടല്ലേ കോഞ്ചുഗേഷൻ തുടങ്ങുന്നത്. ഈ കാർബണിനോട് അറ്റാച്ച് ചെയ്ത് ഈ ഒരു റിങ്ങിൻ്റെ ഈ 2 സബ്സ്റ്റിറ്റ്യൂവൻസ് ഉണ്ട്, അതാണ് നമ്മുടെ റിംഗ് റെസിഡ്യൂ എന്ന് പറഞ്ഞാൽ. അത് 2 എണ്ണം ഉള്ളതുകൊണ്ട് അത് 2 × 5 10. പിന്നെന്താണ്, റിങ്ങിൻ്റെ പുറത്തൊരു എക്സോസൈക്ലിക് ഡബിൾ ബോണ്ട് ഉണ്ട് അല്ലേ? റിങ്ങിനോട് അറ്റാച്ച്ഡ് ചെയ്തായിരിക്കണം ആ ഡബിൾ ബോണ്ട് എന്ന് പറയുന്നത്, റിങ്ങിനോട് അറ്റാച്ച്ഡ് ചെയ്തായിരിക്കണം. അപ്പോൾ അതേ റിങ്ങിൻ്റെ പുറത്തും റിങ്ങിനോട് അറ്റാച്ച് ചെയ്തായിരിക്കണം, അതാണ് എക്സോസൈക്ലിക് ബോണ്ട്. ഇത് ഒരിക്കലും എക്സോസൈക്ലിക് ഡബിൾ ബോണ്ട് അല്ല. കാരണം എന്താണ്, അത് റിങ്ങിനോടല്ല അറ്റാച്ച്ഡ് ആയിരിക്കുന്നത്. ഓക്കെ, അതൊരു സബ്സ്റ്റിറ്റ്യൂവൻറ്റിനോടാണ് അറ്റാച്ച്ഡ് ആയിരിക്കുന്നത്. സോ എക്സോസൈക്ലിക് ബോണ്ടിൻ്റെ ഒരു എക്സോസൈക്ലിക് ബോണ്ട് 5 നാനോമീറ്റർ. അപ്പോൾ കാൽക്കുലേറ്റഡ് വാല്യൂ ഇതെല്ലാം കൂടി കൂട്ടണം ആഡ് ചെയ്യുമ്പോൾ. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ, ബെൻസീൻ റിങ്, ഡബിൾ ബോണ്ട് CH, സിംഗിൾ ബോണ്ട് CH, ഡബിൾ ബോണ്ട്. ഇവിടെയാണ് അതിൻ്റെ കോഞ്ചുഗേഷൻ വരുന്നത്. ബേസിക് വാല്യൂ 217. 2 എക്സോസൈക്ലിക് ഡബിൾ ബോണ്ടുകളുണ്ട് ഉണ്ടല്ലോ. 4 റിംഗ് റെസിഡ്യൂസ് ഉണ്ട്. എന്തുകൊണ്ടാണ് 4 റിംഗ് റെസിഡ്യൂ? ഇതൊരെണ്ണം ഉണ്ട്, ഇവിടെ ഒരെണ്ണം ഉണ്ട്. ഓക്കെ, അപ്പം നമുക്ക് 247 എല്ലാം കൂടി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 247 നാനോമീറ്റർ കിട്ടും. അങ്ങനെ കുറച്ച് കോമ്പൗണ്ടുകൾ പറഞ്ഞിട്ടുണ്ട് താഴോട്ട്. 10 കോമ്പൗണ്ടുകളാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ബാക്കി 3 എണ്ണം 3-4 എണ്ണം സോൾവ് ചെയ്ത് നോക്കണം. ഞാൻ ഹെട്രോ അനിലാറിൻ്റെ ഒരെണ്ണം പറയാം. ഇത് കാണുമ്പോൾ മനസ്സിലാവണം, ഇത് ഹെട്രോ അനിലാർ ഡൈനാണെന്നും ഇത് ഹോമോ അനിലാർ ഡൈനാണെന്നും. ഇത്രയും നേരം നമ്മൾ കോഞ്ചുഗേറ്റഡ് ഡൈനാണ് കണ്ടുകൊണ്ടിരുന്നത്. ഓക്കെ, ഹെട്രോ അനിലാറിൻ്റെ ബേസിക് വാല്യൂ മാറും, ഹോമോ അനിലാറിൻ്റെ ബേസിക് വാല്യൂ മാറും. ഓക്കെ, അത് മനസ്സിൽ വേണം. ഓക്കെ, സോ ഇതിന് എന്താണ് ഒരു എക്സോസൈക്ലിക് ഡബിൾ ബോണ്ടാണുള്ളത്. ഈ ഒരു റിങ്ങിനെ സംബന്ധിച്ച് ഇതാണ് എക്സോസൈക്ലിക് ഡബിൾ ബോണ്ട്, ഈ ഒരു റിങ്ങിനെ സംബന്ധിച്ച് ഇതാണ് എക്സോസൈക്ലിക് ഡബിൾ ബോണ്ട്. സോ ഒരു എക്സോസൈക്ലിക് ഡബിൾ ബോണ്ട് ഉണ്ട്. ആൻഡ് 3 ഇവിടെ ഒരു റിംഗ് റെസിഡ്യൂ ഉണ്ട്, ഇവിടെ ഒരു റിംഗ് റെസിഡ്യൂ ഉണ്ട്, ഇവിടെ ഒരു റിംഗ് റെസിഡ്യൂ, 3 റിംഗ് റെസിഡ്യൂ ഉണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. സോ ബാക്കി മോളിക്യൂൾസും കൂടി ഒന്ന് നോക്കുക.